അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്താൻ സ്വമേധയാ രംഗത്തെത്തിയ ഈശ്വർ മൽപ്പയാരാണ്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഈ 48-കാരൻ കർണാടകയിലെ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാദൗത്യത്തിന് ഓടിയെത്താറുണ്ട്. മാൽപ്പയുടെ കഥ അറിയാം. ഈശ്വർ മാൽപേ 48 വയസ്സ്. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ച് തെരച്ചിലിനെത്തിയ വ്യക്തിയെ പേര് പോലെ തന്നെ ഈശ്വര തുല്യനായി തന്നെയാണ് കർണാടകത്തിലുള്ളവർ കാലങ്ങളായി കണക്കാക്കുന്നത്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ച് പുഴയിലും കടലിലുമൊക്കെ മുങ്ങിത്താഴുകയായിരുന്ന 20-ലധികം പേരെയാണ് ഈശ്വർ മാൽപേ രക്ഷിച്ചിട്ടുള്ളത്. 200-ലധികം പേരുടെ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചിട്ടുമുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളമെത്തിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഈശ്വർ മാൽപേ ബീച്ചിനടുത്ത് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊപ്പമാണ് കഴിയുന്നത്. ഈശ്വറിന്റെ 3 കുട്ടികളും അംഗപരിമിതരാണ്. കൂട്ടത്തിൽ കുറച്ചെങ്കിലും മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള 7 വയസ്സുകാരിയായ ബ്രഹ്മിക്ക് നടക്കാനെങ്കിലുമാകാൻ ഈശ്വരന്റെ അനുഗ്രഹമുണ്ടാകാനാണ് ഈശ്വർ മാൽപേ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിസ്വാർത്ഥമായ ഈശ്വരന്റെ പ്രവർത്തനങ്ങൾക്ക് ഭാര്യയുടെ പൂർണ്ണ പിന്തുണയാണുള്ളത്. തന്റെ ജോലിയുടെ കൃത്യതയും സാങ്കേതികത്വങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈശ്വർ മാൽപേ സ്കൂബ ഡൈവിംഗിൽ പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. വെള്ളത്തിൽ ചാടി ആത്മഹത്യക്കൊരുങ്ങിയ നിരവധി പേരെ മാൽപേ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. കാർവാറിലും പരിസരങ്ങളിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ പോലീസ് ആദ്യം വിളിക്കുന്നത് ഈശ്വരനെയാണ്. വെള്ളത്തിനടിയിൽ 3 മിനിറ്റ് സമയത്തോളം ഈശ്വരന് ശ്വാസം പിടിച്ചു നിൽക്കാനാകും. ഓക്സിജൻ കിറ്റ് കൂടാതെ തന്നെ പല മൃതദേഹങ്ങളും ഈശ്വർ മാൽപേ കരക്കെത്തിച്ചിട്ടുമുണ്ട്. പല സന്നദ്ധ സംഘടനകളും മാൽപേയുടെ പ്രവർത്തനങ്ങൾക്കായി ഓക്സിജൻ കിറ്റുകളടക്കം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഡെസ്ക് 24.